വിഷമിക്കാതിരിക്കാൻ പറയുന്നതാണോ മുറിവ് അധികം ഇല്ലെന്നുള്ളത്? മീരയുടെ കെട്ടിവെച്ചിരിക്കുന്ന മുറിവിലേക്ക് നോക്കിക്കൊണ്ട് വിമല ചോദിച്ചു. എൻ്റെ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ വലിയ മുറിവല്ല, പിന്നെ ഡ്രസ്സിങ് ചേർന്ന് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ മോള് കോലം കെട്ടതുപോലെ. അതിനവൾ ചിരിച്ചു. ഈ സമയം റൂമിൽ നിന്ന് ഇറങ്ങിയ ദേവൻ കാണുന്നത് തിരിഞ്ഞിരുന്ന മീരെ വീഡിയോ കോളിൽ വിളിക്കുന്ന തൻ്റെ അമ്മയാണ്. മീര ബെഡിൽ കിടന്നുകൊണ്ടാണ് അമ്മയോട് സംസാരിക്കുന്നത്. അവളുടെ കയ്യിൽ വെള്ള തുണി കൊണ്ട് ചുറ്റിക്കെട്ടിയിരിക്കുന്ന ഒരു നിമിഷം അവൻ്റെ ഹൃദയം പിടഞ്ഞു പോയി. തനിക്ക് വേണ്ടിയെല്ലാം മുറിവ് ഓർക്കുമ്പോൾ ഹൃദയം വീണ്ടും വേദനയാൽ നുറുങ്ങുന്ന പോലെ തോന്നി അവന്. അവൻ കുറച്ച് മാറി അവൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നിന്നുകൊണ്ട് മീരയുടെയും അമ്മയുടെയും സംസാരം കേട്ട് നിന്നു. നന്ദമോ പറഞ്ഞു, നിന്നെ തല്ലേണ്ടി വന്നെന്ന്. ഈ സമയം എന്തോ ദേവൻ നന്ദനോട് ദേഷ്യം തോന്നി. ആ തല്ലെനിക്ക് അത്യാവശ്യമായിരുന്നു. അങ്ങനെയുള്ള കാര്യമില്ലേ ഞാൻ ഇന്നലെ ചെയ്തത്. ഒരു നിമിഷം എല്ലാവരും പേടിച്ചു പോയി. കണ്ണൂർന്ന് നോക്കുമ്പോൾ നന്ദേട്ടൻ, സൂര്യചേട്ടൻ, ജോ ചേച്ചി, ആദിയേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. ആദി, ആ മോനും വന്ന് ഹോസ്പിറ്റലിൽ. ആദി എന്ന് കേട്ടത് അവൻ നെറ്റിച്ചുളിച്ചു. ജോ ചേച്ചി അമ്മയെ ആദിയേട്ടൻ്റെ വീട്ടിലാക്കി വരാൻ നിന്നപ്പോൾ എൻ്റെ കാര്യം പറയേണ്ടി വന്നു. അങ്ങനെ ജോ ചേച്ചിക്കൊപ്പം വന്നതാ. ആ മോൻ്റെ ജീവിതം കഷ്ടം തന്നെയാണല്ലേ? അതെ, ഒരു കണക്കിന് നോക്കുമ്പോൾ എൻ്റെ അതിൻ്റെ ലൈഫ് ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. ദേവനോട് ഞാൻ പറഞ്ഞു ഇനി മോളുടെ ശല്യം ഉണ്ടാവില്ലെന്ന്, ഡിവോഴ്സ് മോളായി തരാമെന്നും പറഞ്ഞുള്ളതെന്ന്. അപ്പോൾ അമ്മയുടെ മോനൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും മിണ്ടാതെ റൂമിൽ കയറി വാതിലടച്ചു. സന്തോഷമായിട്ടുണ്ടാവും ആൾക്ക്. അത് പറയുമ്പോൾ അവളുടെ ശബ്ദമൊന്നിടറി. അത് ദേവിനും അറിഞ്ഞിരുന്നു. അവൻ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന മീരയുടെ മുഖത്ത് തന്നെ നോക്കിയെന്നു. അടുത്താഴ്ച വരുമല്ലോ മോള്, ഉറപ്പല്ലേ? വരും അമ്മേ, ദീപാവലി ലീവ് കൂടെയാണ്. അപ്പോൾ പിന്നെ വരാതിരിക്കുമോ ഞാൻ? മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കും ഞാൻ. വന്നിട്ട് അമ്മയും ആളുടെയും കൊണ്ട് അനുചേച്ചിയുടെ വീട് വരെ പോകണം, ഇല്ലെങ്കിൽ എന്നെ കൊല്ലും. അതൊക്കെ പോകാം. പിന്നെയും കുറച്ചു നേരം അമ്മയും മീരയും സംസാരിച്ച ശേഷമാണ് ഫോൺ വെച്ചത്. വിമല ഫോൺ കട്ടാക്കി തിരിയുമ്പോൾ ദേവൻ അമ്മ തന്നെ നോക്കുന്ന കണ്ടതും അവനൊന്ന് പരിങ്ങി. എന്നാൽ അടുത്ത നിമിഷം ഗൗരവത്തിൽ തിരിഞ്ഞു നടക്കുമ്പോൾ വിമലയുടെ കണ്ണുകൾ അവൻ പോയ വയ്യൊന്ന് കൂർത്തു നിന്നു. മീര വയ്യെന്ന് പറയാൻ ജോലിക്ക് പോകാതിരുന്നില്ല. എല്ലാവരും റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും കേട്ടില്ല. ദീപാവലി ആയതുകൊണ്ട് 2 ലീവ് ഓൾറെഡി ഉണ്ട്. അതിനൊപ്പം 3 കൂടി എടുത്തിട്ട് നാട്ടിൽ പോകാൻ. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ലീവാക്കാതെ എല്ലാ ദിവസവും മീര ജോലിക്ക് പോയി. നന്ദൻ തന്നെയാണ് അവളെ ജോലി സ്ഥലത്താക്കിയതും. ഒരാഴ്ച പെട്ടെന്ന് കടന്നുപോയി. ഇന്നാണ് മീര നാട്ടിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ആദ്യ സാലറി കിട്ടിയതും ജോയി നന്ദിനെ കൂട്ടി അവിടെയുള്ളവർക്കും നാട്ടിൽ അവർക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും തന്നെ ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്നു. നന്ദിനിയും ജോയും കൂടെയാണ് അവർ റെയിൽവേ സ്റ്റേഷനിലാക്കിയത്. ചെന്നിട്ട് വിളിക്കണം കേട്ടോ. അവരെ നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് മീര ട്രെയിനിൽ കയറിയിരുന്നു. എന്നും റൂമിൽ കയറി വാതിലടിച്ചിരുന്ന ദേവൻ ഈയിടെയായി വിമലയോടൊപ്പം വന്നിരുന്ന് TV കാണും. കൂടാതെ അവർക്കൊപ്പം ഇരുന്ന് തന്നെ ആഹാരവും കഴിക്കും. എന്നാൽ വിമലയോട് ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യില്ല. എന്നാൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വരാൻ സമയം വിളിച്ച് ചോദിച്ച ശേഷം എല്ലാം വാങ്ങി വരും. ഒപ്പം മീരയും അമ്മയും കൂടെ ഫോണിൽ വിളിക്കുവാണെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് അവരെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ശ്രദ്ധിക്കും. ഇന്നും ദേവൻ ഹാളിൽ TV കാണുകയാണ്. ഇടയ്ക്കിടെ അവൻ്റെ കണ്ണുകൾ ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ സമയം അനീഷ്, അഞ്ചു, മാളുട്ടിയും വന്നു. മാളുട്ടി വന്നതും ദേവൻ്റെ മടിയിൽ ചാടി കയറി അവൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് കളിക്കാൻ തുടങ്ങി. ഒപ്പം ദേവനെ നോക്കി പറഞ്ഞു, ഇന്നെൻ്റെ മീര വരുമല്ലോ. അതിനവനൊന്നും മിണ്ടിയില്ല. അനീഷെ, മോള് വിളിക്കാൻ പോയില്ല നീ? ഞാനും അഞ്ചുവും പോകാതിരുന്നതാ. അപ്പോൾ സിദ്ധ് വിളിച്ചു, അവൻ സിറ്റിയിലുണ്ട്, അതുകൊണ്ട് മീരയെ അവൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു തീർന്നില്ല. ആ സമയം പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേട്ടു. ഈ സമയം ദേവിൻ്റെ മടിയിലിരുന്ന മാളു അവൻ്റെ ഫോൺ എടുത്ത് അവൻ്റെ മടിയിൽ തന്നെ ഇട്ടിട്ട് ചാടി ഇറങ്ങി ഓടി. ഈ സമയം ദേവിൻ്റെ നോട്ടവും വാതിലിൽ ചെന്നു. കുറച്ച് കഴിഞ്ഞതും കണ്ടു മുന്നിൽ നിന്ന് വരുന്ന മാളുട്ടിയൊപ്പം അവളുടെ കുഞ്ഞു കരങ്ങൾ കൊണ്ട് മീരയുടെ കരം പിടിച്ചു അകത്തേക്ക് വലിച്ചുകൊണ്ട് വരികയാണ്. ഒരു നിമിഷം ദേവൻ മീരയെ നോക്കി. ആകെ മൊത്തത്തിൽ അവൾ മാറി. കുറച്ച് മോഡേണായിട്ടുണ്ട്. എവിടെ നിന്ന് പോകുമുണ്ടായിരുന്നിൽ അല്പം മെലിഞ്ഞു. കുറച്ചുകൂടെ നിറമൊക്കെ വെച്ചു. മുൻപത്തേക്കാൾ ഭംഗി വെച്ചതുപോലെ. യാത്ര ചെയ്തു വന്നതുകൊണ്ടാവും മുടിയെല്ലാം കൂടെ മൊത്തത്തിൽ കെട്ടിവെച്ചു. ചെവിയുടെ 2 സൈഡിൽ നിന്നും മാത്രമായി മുടിയെടുത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും കാതിലൊരു കുഞ്ഞു കമ്മലും. അതുമാത്രം മതിയായിരുന്നു അവൾക്ക്. വല്ലാത്ത ഭംഗി. അത് ആദ്യമായി അവളെ കാണുന്ന പോലെ ഫീല്. ദേവിൻ്റെ കണ്ണുകൾ അവൻ കെട്ടിയ താലിയിൽ ചെന്നു. അവൾ താലി ടെസ്റ്റിനകത്തായി ഇരിട്ടിരിക്കുവാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ കാണാനാവൂ. എന്തോ ദേഷ്യം വന്നു. ഈ സമയം സിദ്ധുവിനൊപ്പം വരുന്നവനെ കണ്ടു. ദേവിൻ്റെ കണ്ണുകൾ കുറുകി. ആരെന്നുള്ള രീതിയിൽ വിമല മീരയെ കണ്ടവൻ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുപ്പും വിശേഷം പറച്ചിലുമായി. മീരയെ കണ്ട സന്തോഷം അത്രമാത്രം ഉണ്ടായിരുന്നു അവരിൽ.
ആ നേരത്താണ് സിദ്ധുവിനൊപ്പം നല്ല ഉയരവും പൊക്കവും കാണാൻ സുന്ദരമായ കുറച്ച് ശരീരമുള്ള ഒരുവൻ കടന്നു വരുന്നത്. മോളെ ഇതാരാ? വിമലാളം മനസ്സിലാവാതെ ചോദിച്ചു. ഇതാണ് മരിച്ചുപോയ കവിത ചേച്ചിയുടെ ബ്രദർ കാർത്തിയേട്ടൻ. മോനെ പറ്റി മോള് പറഞ്ഞറിയാം. അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ മോനെ. ഈ സമയം സിദ്ധുവും കാർത്തിയും ദേവിന് ഓപ്പോസിറ്റ് വന്നിരുന്നു. ദേവൻ അവരും നോക്കിയിട്ട് ടി വിയിൽ തന്നെ നോക്കിയിരുന്നു. അവരും ദേവിനെ ശ്രദ്ധിക്കാൻ പോയില്ല. ഞാൻ കുടിക്കെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് വിമല അടുക്കളയിലേക്ക് പോകാനും മേരിയോടായി പറഞ്ഞു. വന്ന കാര്യം നീ ഈ നിൽപ്പ് നിൽക്കാതെ ആ ബാഗ് എടുത്ത് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇരിക്കു പെണ്ണേ. ഈ സമയം സിദ്ധുവിനോട് ചേർന്ന് മീര വന്നിരുന്നു. ദേവൻ അവളെ നോക്കി. എന്നാൽ ഒരു നോട്ടം കൊണ്ട് പോലും വന്ന് ഈ നേരമായിട്ടും മീര തന്നെ നോക്കിയില്ല. അവനോർത്ത് മുൻപത്തെ മീര ഇങ്ങനെയായിരുന്നില്ല. താൻ നോക്കിയില്ലെങ്കിൽ പോലും അവളുടെ നോട്ടം എവിടെ നിന്നാലും തൻ്റെ നേർക്കുണ്ടാവുന്നതായിരുന്നു. എന്നാൽ ഇന്നതൊക്കെ മാറിയ പോലെ. എന്തിന് മീര പോലും മാറിയിരിക്കുന്നു അവനോർത്തു. കാർത്തി ഇവിടെ ഇല്ലായിരുന്നു. ഇടയ്ക്ക് മീര ഇവിടെ ഇല്ലെന്ന് പറഞ്ഞതുപോലെ തോന്നി. ഞാൻ ബിസിനസ്സാണ്. ഞങ്ങൾ ഒരു 5 ഫ്രണ്ട് ചേർന്ന് സിംഗപ്പൂർ 3 months കൂടുമ്പോൾ നാട്ടിൽ വരും. ഒരു 10 days ലീവ് എടുത്ത്. അപ്പോൾ നാട്ടിലത്തെ കുറവാണല്ലേ? അതിനവൻ ചിരിച്ചു. ഈ സമയം സിദ്ധു മീരയെ നോക്കി. മര്യാദയ്ക്ക് നീ എൻ്റെ കാർത്തിൻ്റെ മനസ്സ് അറിയാൻ നോക്കിയില്ലെങ്കിൽ ഇന്ന് നിനക്കും ഇങ്ങോട്ട് കൂടെ സിംഗപ്പൂർ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കാമായിരുന്നില്ലേ? അപ്പോൾ എനിക്ക് അവിടെ വന്ന് നിൽക്കാമായിരുന്നു. ഉവ്വ്. ഈ സമയം ദേവൻ സിദ്ധുവിനെയും മീരയും ഒന്ന് നോക്കി. ആ സമയം തന്നെ അനീഷ് ദേവിനെ നോക്കിക്കൊണ്ട് അടുത്ത ഡയലോഗ് പറഞ്ഞിരുന്നു. അതിന് ഇനിയും വൈകിട്ടില്ല. എന്തായാലും ദേവൻ മീര ഡിവോഴ്സ് ചെയ്യുമ്പോൾ വീണ്ടും ചാൻസ് കാർത്തി തന്നെ വരുവാണ്. ഈ സമയം കാർത്തി മീരയെ തന്നെ നോക്കി. കാർത്തിയുടെ നോട്ടം തന്നിലാണെന്ന് കണ്ടതും മീര വേഗം അവരെ നോക്കാൻ മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ തന്നെ ഉറ്റുനോക്കുന്ന ദേവൻ വന്നിട്ട് ആദ്യമായി അവർ ഇരുവരുടെ കണ്ണുകൾ ഉടക്കി നിന്ന സമയം മീര ദേവനിൽ നിന്ന് നോട്ടം മാറ്റി സിദ്ധുവിൻ്റെ തലക്കിട്ട് കൊടുത്തു. ഈ സമയം സിദ്ധു മീരയുടെ കൈ പിടിച്ച് തിരിക്കുവാണ്. രണ്ടും കൂടെ ഒടുക്കത്തെ ബഹളം. എന്നാൽ ദേവനതൊന്നും കണ്ടിരിക്കാനായില്ല. അവൻ ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം വിമലയ്ക്കൊപ്പം തന്നെ അഞ്ജുവും ചേർന്ന് കുടിക്കാനും കഴിക്കാനുമായി എടുത്തുകൊണ്ട് വന്നിരുന്നു. കാർത്തി മനീഷും ആ നേരം കൊണ്ട് തന്നെ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുത്തു. മാളുട്ടി പിന്നെ മീരയുടെ കൂടെ തന്നെ. അവസാനം അഞ്ജുവും മനീഷും പോകാൻ ഇറങ്ങുമ്പോൾ മാളുട്ടി മീരയെ ചുറ്റിപ്പിടിച്ചു. എന്നെങ്കിൽ നിന്നെ കൊണ്ട് പോകുന്നില്ല ഞങ്ങൾക്കറിയാം. നീ നിന്റെ മീരയെ കണ്ട പിന്നെ വരില്ലെന്ന് അഞ്ജു മാളുട്ടി നോക്കി പറയുമ്പോൾ അവൾ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അഞ്ജു മനീഷും പോയി കുറച്ച് കഴിഞ്ഞതും തന്നെ കാർത്തിയും സിദ്ധുവും പോകാൻ ഇറങ്ങി. ഈ സമയം മാളുട്ടി സോഫയിൽ കിടന്ന മീരയുടെ ഫോൺ നോക്കുവാണ്. എന്ന് ഞങ്ങൾ ഇറങ്ങുക. രാത്രി യാത്രയില്ല. വിമല നോക്കി കാർത്തി പറഞ്ഞു. അവരും അവരെ രണ്ടാളെയും ചിരിച്ചുകൊണ്ട് യാത്രയാക്കുമ്പോൾ അവിടെ പിന്നാലെ തന്നെ മീരയും വന്നിരുന്നു. കാർത്തിട്ട കാർ ഞാൻ എടുക്കാം, കീ തന്നെ. കാർത്തി നിന്നും കീ വാങ്ങി സിദ്ധു മുന്നിൽ നിന്ന് നടന്നു പോകുമ്പോൾ കുറച്ച് മുന്നിലെത്തിയത് കാർത്തി മീരയ്ക്ക് മുന്നിൽ നിന്നും. ഇനി എന്നാ ഗുണ്ടമ്മ തിരിച്ചു മടങ്ങുന്നേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കാർത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വിളിക്കില്ലെന്ന്. എനിക്ക് നല്ലൊരു പേരില്ലേ, അത് വിളിച്ചൂടെ? കാർത്തിനെ വിളിക്കുന്ന കേട്ട് ഇപ്പോൾ അവന്മാർക്കിടയ്ക്കത് ഇത് വിളിച്ച് കളിയാക്കും അറിയാമോ? മീര പരിമുഖത്തോടെ പറഞ്ഞു. പിന്നെ ഗുണ്ടുപോലെ ഇരിക്കുന്ന നിന്നെ ഗുണ്ടമ്മ എന്ന നല്ല തീപ്പെട്ടിക്കുള്ളിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ? അതിനവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. കാർത്തിൻ്റെ എന്ന കാല് കഴുകാതെ പോകാൻ നോക്ക് ഗുണ്ടമ്മ. അവൻ്റെ വിളിയിൽ പ്രണയം നിറഞ്ഞു. മീരയിൽ എന്തോ അസ്വസ്ഥ ഉണ്ടാകുന്ന പോലെ തോന്നി. ഞാൻ കാത്തിരുന്നോട്ടടി നിനക്ക് വേണ്ടി കാർത്തേട്ടാ. ഒരുപാട് ശ്രമിച്ചു നോക്കിയാൽ എൻ്റെ മനസ്സിൽ ദേവനെന്നറിയാൻ വൈകിപ്പോയി. ഞാൻ ദേവൻ്റെ താലി വീണതും നിന്നെ മറക്കാൻ നോക്കിയതാണ്. പക്ഷെ ദേവന് നീയും സന്തോഷയുടെ ജീവിതം അല്ലെന്നറിഞ്ഞപ്പോൾ, നീ ഒരുപാട് സഹിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നിന്നെ വിട്ടുകളഞ്ഞത് തെറ്റായിപ്പോയെന്ന് തോന്നി. കാർത്തിനെ ഒരിക്കലും ഞാൻ മറ്റൊരർത്ഥത്തിൽ കണ്ടിട്ടില്ല. ഇനി കാണാനാവുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ഏത് നേരം തകരുന്ന ബന്ധമാണ് എൻ്റെയും ദൈവത്തിൻ്റെയും. എന്നാൽ ഈ ബന്ധം തകർന്നാൽ കൂടെ മറ്റൊരു ജീവിത പങ്കാളി മീരയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മരണം വരെ ഒറ്റയ്ക്ക് ജീവിക്കും. അങ്ങനെ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. ഒരിക്കലും എനിക്ക് വേണ്ടി എന്നെ ഓർത്ത് കാർത്തിയുടെ ജീവിതം കളയരുത്. എന്നെ മറന്ന് മറ്റൊരാളെ സ്വീകരിക്കണം. നിന്റെ ജീവിതം മുന്നിൽ ചോദിച്ചിനുമായി അവശേഷിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പെണ്ണെ നിന്നെ മറന്ന് മറ്റൊരു പെണ്ണെ ജീവിതത്തിൽ കൂട്ടി സന്തോഷമായി ജീവിക്കുന്നത്? അതിന് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കഴിയണം, കഴിഞ്ഞേ പറ്റൂ. നീ ഇങ്ങനെ പറയുമെന്നറിയാം. എന്തായാലും ഇനി നിന്നെ ഇതിൻ്റെ പേര് നിർബന്ധിക്കില്ല, മറിച്ച് കാത്തിരിക്കും. എൻ്റേതാവുന്നവരെ എനിക്കിന്ന് നഷ്ടമാണെന്ന് തോന്നുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിന് പകരം മറ്റൊരാൾ എന്ന നിലപാട് സ്വീകരിക്കുള്ളൂ. അതുവരെ കാർത്തി ഇങ്ങനെയായിരിക്കും. അത്രയും പറഞ്ഞ് മീരയുടെ കവിൾ മെല്ലെ തൊട്ടുകൊണ്ട് പറഞ്ഞു. യാത്രാക്ഷണം ഒരുപാടുണ്ടാവും, അതുകൊണ്ട് ചെന്ന് നന്നായി റെസ്റ്റ് എടുത്ത് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. അത്രയും പറഞ്ഞ് കാർത്തി പോകുമ്പോൾ മീര അവരെ തന്നെ നോക്കി അവിടെ നിന്നു. ഈ സമയം ഇതെല്ലാം കണ്ടും കേട്ടും ദേഷ്യത്തിൽ വലിഞ്ഞു മുറിയ മുഖവുമായി ദേവൻ വന്നിരുന്നു. അവൻ മീരയ്ക്ക് പിന്നിൽ വന്നുകൊണ്ട് ചോദിച്ചു, എന്താ അവനപ്പോൾ പോകണമെന്നുണ്ടോ? മീര തിരിഞ്ഞു നോക്കി. അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിൽപ്പുണ്ട്. എന്നാലും അവൾ അവനൊന്ന് നോക്കിക്കൊണ്ട് വേഗം അവിടെ നിന്ന് പോകാനും അവന് കുറച്ച് മുന്നിലേക്ക് വന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു പറിച്ചുകൊണ്ട് കുറച്ചു
പിൻഭാഗത്തായി ഇരുട്ട് തന്നെ സൈഡിൽ ചുവരോട് ചേർത്ത് നിർത്തി. അവൻ്റെ പിടിയിൽ മീരയ്ക്ക് കൈ നന്നായി വേദനിച്ചു പോയിരുന്നു. അവൾ അവൻ്റെ കാര്യങ്ങൾ കിടന്നുകൊണ്ട് കുതറിക്കൊണ്ട് പറഞ്ഞു, വിടന്നെ. ദേവനൊന്നും മിണ്ടിയില്ല. എന്നാൽ അടുത്ത നിമിഷം അവനെ സർവ്വബലം കൊടുത്ത് തള്ളി മാറ്റിയതും അവൻ വീണ്ടും അവളുടെ ആദ്യത്തേക്കാൾ പിടിമുറുക്കി. ദേവൻ എന്താ വേണ്ട? എന്തിനെന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാനൊരു തെറ്റ് മാത്രമേ നിങ്ങളോട് ചെയ്തിട്ടുള്ളൂ. എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് ആട്ടി ഓടിപ്പിച്ചിട്ടും പോകാതെ പിന്നെ ദേവയുടെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ വെറുപ്പാണ് എന്നറിയാം. ഞാൻ ഈ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ദേവേട്ടനാണെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ദേവേട്ടൻ്റെ ഇഷ്ടത്തിന് ഡിവോഴ്സ് തരാൻ ഞാൻ ഒരുക്കാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനോട് ഇങ്ങനെ കാണിക്കുന്നത്? ഇനി അഥവാ ഞാൻ ഇവിടെ വരുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ ദേവേട്ട ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്താലും ഞാൻ വരും. എൻ്റെ വിമലമ്മ ഈ വീട്ടിലുള്ള കാലം അത്രയും. അപ്പോഴും ദേവേട്ട ഒരു നോട്ടം കൊണ്ട് വാക്കുകൊണ്ടും ഒന്നും ശല്യത്തിന് വരില്ല ഞാൻ. അതെന്താ, നിനക്കിപ്പോൾ പോയനൊപ്പം പോകണം എന്ന് ആഗ്രഹത്തിൽ തുടങ്ങിയോ? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ നേർക്ക് എന്ന് പറയുന്നത്? ദേവേട്ട അങ്ങനെയാണ് കരുതുന്നെങ്കിൽ അങ്ങനെ ഞാനായിട്ടൊന്നും തിരുത്താൻ വരുന്നില്ല. പിന്നെ ഇതൊന്നും ദേവേട്ടനോ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ദേവൻ ദേഷ്യം നിറഞ്ഞു. അവൻ അവളിലേക്ക് ഒന്ന് അമർന്നു. മേരിയുടെ ദേഹം വിറച്ചു പോയി. ഇന്നലെ ആ സമയം മാളുട്ടി അവളെ തിരക്കി വരുന്ന കണ്ടതും ദേവൻ അവളിൽ നിന്ന് അകന്നു മാറി മുന്നിലേക്ക് നടന്നു. മീര ഇവിടെ നിന്ന് ഞാൻ എവിടെയൊക്കെ നോക്കിയറിയോ? ആണോ? മീര അതും പറഞ്ഞ് അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് വരുമ്പോൾ ദേവൻ ഇരിപ്പുണ്ട്. അവൾ അവനെ നോക്കാതെ മാളുട്ടിയുമായി റൂമിൽ ചെന്നു. എന്നിട്ട് എല്ലാവർക്കും കൊണ്ടുവന്നെല്ലാം പുറത്തെടുത്തു വെച്ചു. ഇതൊക്കെ എന്താ മീരെ? എല്ലാവർക്കും വാങ്ങിയ ഡ്രസ്സാണ്. ആണോ? അപ്പം എനിക്കോ? നിനക്ക് വാങ്ങാതിരിക്കുമോ നിന്റെ മീര? അതിനവൾ ചിരിച്ചു. മാളുട്ടിക്ക് 2 ഡ്രസ്സാണ് എടുത്തത്. രണ്ടും മീര ഇട്ട് നോക്കിപ്പിച്ചു. നല്ല പാകം. ഒപ്പം നന്നായി തന്നെ ചേരുന്നുണ്ട് അവൾക്ക്. മീര വിമലയ്ക്കും ഒപ്പം ദേവനും ഡ്രസ്സ് വാങ്ങി. എന്തോ അവനെ മാറ്റി നിർത്താൻ തോന്നിയില്ല. മീര തന്നെ വിമലയ്ക്കുള്ള ഡ്രസ്സ് അവരെ ഏൽപ്പിക്കുമ്പോൾ എന്തിനാ മുളിതൊക്കെ വാങ്ങി പൈസ കളഞ്ഞെന്ന് പറഞ്ഞു അവർ അവളെ ശകാരിച്ചു. എന്നാൽ ഇത് തൻ്റെ സന്തോഷമാണെന്ന് പറയുമ്പോൾ അവർ അവളെ ചേർത്ത് പിടിച്ചു. ദേവനുള്ള ഡ്രസ്സ് വിമലയെ ഏൽപ്പിച്ചു. അവൾ കൊടുക്കില്ല, അമ്മ തന്നെ കൊടുക്കാൻ പറഞ്ഞു. മീരയും മാൾട്ടി കിടന്ന ശേഷം ദേവിന് മീര വാങ്ങിയ ഡ്രസ്സുമായി വിമല വന്നിരുന്നു. അവൻ കണ്ണിന് മീതെ കരങ്ങൾ വെച്ചു ബെഡിൽ കിടക്കുമായിരുന്നു. ഈ സമയം റൂമിലെ മേശയുടെ പുറത്ത് വന്ന് മീര വാങ്ങിയ ഡ്രസ്സ് കവർ വെച്ചുകൊണ്ട് അവർ വിളിച്ചു. അവൻ കണ്ണുകൾ മുഖത്തിന് മീതെ നിന്ന് മാറ്റിക്കൊണ്ട് അവരെ നോക്കി. മീരുമ്പോൾ നിനക്ക് വാങ്ങിയ ഡ്രസ്സാണ്, നിനക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തു. അത്രയും പറഞ്ഞ് വിമല പോകുമ്പോൾ ദേവിൻ്റെ കണ്ണുകൾ മേശപ്പുറത്തിരുന്ന കവറിൽ തന്നെയായിരുന്നു.